Good afternoon. Good afternoon. Good afternoon. ഇന്നലെ വായിച്ചു വെക്കിരുന്നില്ലേ? ഇന്നലെ എടുത്തതൊക്കെ വായിച്ചില്ലേ? ഓക്കെ. ഇന്നലെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിന്റെ? ഇല്ലല്ലേ? ഓക്കെ. ഇതുപോലെ തന്നെയാണ്, അതായത് ഈ ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി, അത് തന്നെയാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഞാൻ എഴുതി തരുന്ന നോട്ട്സിൽ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്ലൈഡിലുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് മതിയില്ലേ? ഓക്കെ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ഫർ ഫ്രം വൺ യൂണിറ്റ് ടു അനദർ ഇൻ സെയിം ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതൊന്ന് എഴുതുക. ഫസ്റ്റ് തന്നെ റിട്ടേൺ ഓർഡർ ബൈ ഫിസിഷ്യൻ കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റ് ആണ് റിട്ടേൺ ഓർഡർ ബൈ ഫിസിഷ്യൻ. Written order by physician. Written order by physician. Second one, inform patient and family. Inform patient and family. Inform patient and family. Inform patient and family. Third one, inform ward in charge of another unit or ward. Okay. Inform ward in charge of another unit. ഒരു സ്ലാഷ് ഇട്ടിട്ട് വാർഡ് എന്ന് എഴുതാം കേട്ടോ. Inform ward in charge of another unit / ward. നാലാമത്തെ പോയിന്റ്, കംപ്ലീറ്റ് പേഷ്യൻസ് ഡോക്യുമെന്റ്സ്. കംപ്ലീറ്റ് പേഷ്യൻസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡിസ്ചാർജ് സമ്മറി. കംപ്ലീറ്റ് പേഷ്യൻസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡിസ്ചാർജ് സമ്മറി. Complete patient's documents and discharge summary. Complete patient's documents and discharge summary. Fifth one, arrangement of transport. Fifth one, arrangement of transport. Arrangement of transport. Arrangement of transport. Sixth point, inform other departments. Inform other departments. Inform other departments. Inform other departments. Next point, transportation of the patient. Transportation of the patient. Transportation of the patient.
Next point, receiving of the patient in new ward. Receiving of the patient in new ward. Receiving of the patient in new ward. Next one, handing over and taking over of the personal belongings. Handing over and taking over of the personal belongings. Handing over and taking over of the personal belongings. Last one is documentation. Last one is documentation. Okay. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി നേരെ സ്ലൈഡിലോട്ട് പോവാം. അതായത് ഇപ്പൊ ഞാൻ എഴുതി തന്നാക്കണ എന്താണ്, ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫർ ആണ് ഇപ്പൊ എഴുതി തന്നിരിക്കുന്നത്. നമ്മളിനി സ്ലൈഡിൽ വായിക്കാൻ പോകുന്നത് അത് തന്നെയാണ്, പക്ഷെ അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുള്ളൂ, ഇതൊരു ഷോർട്ട് നോട്ടാണ്. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ടുള്ളത് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ സ്ലൈഡിലുള്ളത് വായിക്കാണ്. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. എ റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. എന്താ പറയുന്നത് ഫസ്റ്റ് തന്നെ? അതായത് നമ്മള് ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ രോഗിയെ ആ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടറിന്റെ ഓർഡർ വേണം, അല്ലെ? ഡോക്ടറിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ വെറുതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രോഗി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അതിന് കറക്റ്റ് ആയിട്ട് എന്ത് വേണം? ഒരു ഡോക്ടറിന്റെ ഓർഡർ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ ഇത് പറയുന്നത് റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. അതും രേഖാമൂലമായിരിക്കണം. ഓക്കെ, റിട്ടൺ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആയിരിക്കണം ഡോക്ടറിന്റെ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് രോഗിയെ ആ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം എന്താ വേണ്ടത് പറഞ്ഞേ? ആദ്യം എന്താ വേണ്ടേ? ആദ്യത്തെ കാര്യം എന്താ വേണ്ടേ? ആരെങ്കിലും ഒരാൾ പറ. റിട്ടൺ ഡിക്ലറേഷൻ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു റിട്ടൺ ആയിട്ടുള്ള ഡിക്ലറേഷൻ വേണം. ഒരു ഓർഡർ ഡോക്ടർ തന്നാൽ മാത്രമേ നമുക്ക് ഒരു പേഷ്യന്റിനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ് ടു ഫ്രീ ഫ്രം ആൻസൈറ്റി. അതായത് പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെയും ഇങ്ങനെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം അവരെ അറിയിക്കണം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അവരുടെ ഉത്കണ്ഠകളൊക്കെ, അവർക്ക് കുറെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അതായത് എന്തെങ്കിലും ഒരു കൂടുതൽ കേസുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കേസുകളിലൊക്കെ ആയിരിക്കും, അല്ലെ? രോഗിക്ക് ചിലപ്പോ രോഗം വഷളായതുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും രോഗം കണ്ടുപിടിക്കപ്പെട്ടത് മൂലമൊക്കെ ആയിരിക്കും ഒരു പേഷ്യന്റിനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുന്നത്. അപ്പൊ പേഷ്യന്റിനും പേഷ്യന്റ് റിലേറ്റീവ്സിനും ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? ആൻസൈറ്റി ഉണ്ടാവും, അല്ലെ? ഭയം ഉണ്ടാവും ഉള്ളില്. അപ്പോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? രോഗിയെയും രോഗിയുടെ ഫാമിലിയെയും എന്ത് ചെയ്യുക? നേരത്തെ തന്നെ മുൻകൂട്ടി രോഗിയെ മാറ്റാൻ പോകുന്ന കാര്യം അറിയിക്കുക. അപ്പോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഡോക്ടറിന്റെ ഒരു ഓർഡർ ആണ്. ഡോക്ടറുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിനെയും പേഷ്യന്റ് ഫാമിലിയെയും രോഗിയെ മാറ്റാൻ പോകുന്ന കാര്യം അറിയിക്കണം. ഇനി തേർഡ് പോയിന്റ്, ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. അതുപോലെ തന്നെ രോഗിയെ മാറ്റാൻ പോകുന്ന വാർഡ്, അതായത് രോഗി ഇപ്പോ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കാണല്ലോ മാറ്റുന്നത്. അങ്ങനെ മാറ്റാൻ പോകുമ്പോഴെന്ത് ചെയ്യാം? ആ വാർഡ് സിസ്റ്ററിന് എന്ത് ചെയ്യാം? അറിയിക്കുക. രോഗി ഇങ്ങനെ മാറ്റാൻ പോവാണ്, രോഗി അവിടെ കൊണ്ടുവരുന്നുണ്ടെന്ന് ആരെ അറിയിക്കണം? ഈ അവിടെയുള്ള വാർഡ് സിസ്റ്ററിനെ അറിയിക്കുകയും ചെയ്യണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി ഫോർത്ത് വൺ, ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഫോർ ഇമ്പോർട്ടന്റ് സൈൻസ്, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. പ്രധാന ലക്ഷണങ്ങള്, നഴ്സിംഗ് പരിചരണം, നൽകിയ ചികിത്സ എന്നിവയുടെ പൂർണ്ണ റെക്കോർഡിങ്ങിനായിട്ട് ചാർട്ടിങ് പരിശോധിക്കുക.
അപ്പൊ എന്താ വേണ്ടത്? അതായത് പ്രധാന ലക്ഷണങ്ങൾ ഉണ്ടാകാം, രോഗിക്ക് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടാവാം, പിന്നെ ആ രോഗിക്ക് കൊടുത്ത നഴ്സിംഗ് കെയർ ഉണ്ടാവാം, പിന്നെ ആ രോഗിക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് ഉണ്ടാകാം. ഇതിന്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള റെക്കോർഡിങ്ങിനായിട്ട് ചാർട്ട് പരിശോധിക്കണം. അതായത് ഇതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫയല് വേണം എന്ത് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും ഈ ഒരു ഫയല് നിർബന്ധമാണ്. ആ ഫയലില് രോഗിയെ കുറിച്ചിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കും, ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം, പിന്നെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് കൊടുത്തത്, അതായത് എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത് ആ ഒരു ഫെസിലിറ്റിയിൽ ആ ഒരു യൂണിറ്റിൽ ആരോഗ്യക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയാണ് നഴ്സിംഗ് കെയർ എന്തൊക്കെയാണ് കൊടുത്തത്, ഈ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫയല് രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകണം. ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് രോഗി ചെല്ലുന്ന ഫെസിലിറ്റി ഉണ്ടല്ലോ, രോഗി ചെല്ലുന്ന ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ആ യൂണിറ്റില് രോഗിക്ക് നല്ല രീതിയിലുള്ള ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ റെക്കോർഡും കാര്യങ്ങളും രോഗി പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഗ്യാദർ ദ പേഷ്യൻസ് എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ്. രോഗിയുടെ എക്സ്റേ, മരുന്ന്, മറ്റു വസ്തുക്കൾ എന്നിവ ശേഖരിക്കുക. അപ്പൊ എന്തൊക്കെയാണ്? രോഗിയുടെ എക്സ്റേ ശേഖരിക്കണം. ഇപ്പൊ രോഗി എന്തെങ്കിലും എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശേഖരിക്കണം. മെഡിസിൻസ് കളക്ട് ചെയ്യണം. കൂടാതെ മറ്റ് പല സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ഇതൊക്കെ എന്താണ്? രോഗി പോകുമ്പോൾ കൊണ്ടുപോകണം. ഓക്കെ, രോഗിയുടെ എക്സ്റേ എടുത്തിട്ടെങ്കിൽ എക്സ്റേ, മെഡിസിൻസ്, പിന്നെ രോഗിയുടെ കൂടെയുള്ള മറ്റു സാധനങ്ങളൊക്കെ എന്താണ്? രോഗി പോകുമ്പോൾ കൊണ്ടുപോകണം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യൻസ് ഈസ് ഗോയിങ്. അതായത് കോൾ ഓഫ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതൊരു ഫ്രേസൽ വെർബാണ്. കോൾ ഓഫ് എന്ന് പറയുന്നത് ക്യാൻസൽ എന്നാണ് അർത്ഥം. അപ്പൊ കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് എന്നാ പറയുന്നത്. അതായത് ആ ഒരു യൂണിറ്റില് രോഗി കഴിച്ചിരുന്ന ഒരു ഭക്ഷണക്രമം ഉണ്ടാവുമല്ലോ, കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും. ആ രോഗി അതുവരെ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റില് കഴിച്ചിരുന്ന ഒരു ഭക്ഷണക്രമം ഉണ്ടാവും, അത് ക്യാൻസൽ ചെയ്യുക. കാരണം വേറെ ഫെസിലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഇനി ഇവിടുത്തെ ഡയറ്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? രോഗി കഴിച്ചിരുന്ന ആ ഒരു ഭക്ഷണക്രമം എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വാർഡിലേക്ക് പോകുമ്പോൾ ഈ ഡയറ്റിന്റെ ക്രമങ്ങൾ പുതിയ വാർഡിൽ ചെല്ലുമ്പോൾ ആ വാർഡ് സിസ്റ്റർ അറിയിക്കുക. രോഗി ഇന്ന മരുന്നുകളാണ് കഴിച്ചിരുന്നത്, ഇന്ന ഭക്ഷണക്രമങ്ങൾ, ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതാണ് കഴിച്ചിരുന്നത്, ലഞ്ച് ഇതാണ് കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ ഡിന്നർ ഇതാണ് കഴിച്ചിരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക. അപ്പൊ പഴയ വാർഡില് എന്താണോ ഭക്ഷണക്രമം ഉണ്ടായിരുന്നത് അത് അവിടെ ക്യാൻസൽ ചെയ്തിട്ട് അത് പുതിയ വാർഡിലേക്ക് ആക്കി മാറ്റുക കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയോ? ഞാൻ പറയാം, ബാക്കിയുള്ളത് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ? ജാസ്മിനെ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് പോയിന്റ് എന്താ? Check the doctor's order for transfer of patient. A written declaration is required from the doctor. എന്താ ഇത്? എക്സ്പ്ലനേഷൻ എന്താ? പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡോക്ടറിന്റെ ഒരു റിട്ടൺ ഡിക്ലറേഷൻ വേണം. അത് ചെക്ക് ചെയ്യണം, ഡോക്ടറിന്റെ ഓർഡർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞേ. ജിനു പറഞ്ഞേ. ജിനു സെക്കൻഡ് പോയിന്റ്. തുഷാര പറഞ്ഞോ. ജിനു പറഞ്ഞോ. Inform patient and family. ഇൻഫോം പേഷ്യന്റ് റിലേറ്റീവ്സ് അല്ലേ? പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞേ. തുഷാര പറഞ്ഞേ. ഇൻമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലത്ത് വാർഡ് സിസ്റ്ററിനെ അറിയിക്കുക പേഷ്യന്റ് ട്രാൻസ്ഫർ. ഓക്കെ. ഇനി ഷാരോൺ ഒന്ന് പറഞ്ഞേ. ബാക്കിയുള്ള പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ. ഷാരോൺ. Check the chart for the complete recording of important sign, nursing care and treatment give. രോഗിക്ക് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊക്കെ ഉള്ള രോഗിയെ കുറിച്ച് ഉള്ള എല്ലാ രോഗത്തെ സംബന്ധിച്ച ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ gather the patient X-ray, medicine and other belongs.
ബിലോങ്ങിങ്സ്, രോഗിയുടെ മറ്റു belonging. വസ്തുക്കൾ കേട്ടോ. ഇപ്പൊ ആഭരണങ്ങളാവാം, പേഴ്സ് ആവാം, ക്യാഷ് ആവാം, അതൊക്കെയാണ് ബിലോങ്ങിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗിയുടെ കൂടെയുള്ള മറ്റു വസ്തുക്കൾ. രോഗിയുടെ എക്സ്ട്രാ മെഡിസിന്, മറ്റ് സാധനങ്ങൾ രോഗി പോകുമ്പോൾ കൊണ്ടുപോകണം. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഒരു പോയിന്റും കൂടി പറഞ്ഞല്ലോ ഞാൻ. Call of the hospital diet or transfer to the new ward the patient is going. അതായത് രോഗി കഴിച്ചിരുന്ന ഭക്ഷണക്രമം ക്യാൻസൽ ചെയ്തിട്ട് പുതിയ വാർഡിലേക്ക് അത് മാറ്റാം. ഓക്കെ. Aid the relatives to gather other belongings. മറ്റ് സാധനങ്ങൾ ശേഖരിക്കാനായിട്ട് ബന്ധുക്കളെ സഹായിക്കുക. ഓക്കെ, അതായത് രോഗിക്ക് മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ശേഖരിക്കാനായിട്ട് എന്ത് ചെയ്യണം? രോഗിയെ സഹായിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, ബന്ധുക്കളെ സഹായിക്കുക. അപ്പൊ അത് വാർഡ് സിസ്റ്റർ ആയിരിക്കും വന്നിട്ട് എന്ത് ചെയ്യുക, രോഗിയുടെ റിലേറ്റീവ്സിനോട് വന്നിട്ട് രോഗിയുടെ മറ്റ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു ഇതിൽ വാർഡിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. ഇനി മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നതെങ്കിൽ ഡ്യൂ എന്ന ബില്ലുകൾ എന്ത് ചെയ്യുക, അടക്കാനായിട്ട് ക്രമീകരണം നടത്തുക, അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിലെ ബില്ല് എന്തായാലും അടയ്ക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക, ബില്ല് അടയ്ക്കാനുള്ള. ഓക്കെ. ഇനി റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അതുപോലെ തന്നെ രോഗി പോകുന്ന സമയം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ രീതി, എന്താണ് ട്രാൻസ്ഫർ രീതി എന്നുള്ളത്. രോഗി പോകുന്ന സമയം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് ഉപയോഗിച്ചത്. ഇപ്പോ ലാൻഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ലാൻഡ് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ ഏത് ട്രാൻസ്പോർട്ട് മുഖേനയാണ് രോഗി ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ രോഗിയുടെ ആ സമയത്തെ അവസ്ഥയും എന്തിൽ രേഖപ്പെടുത്തണം, റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യൻസ് ടു വീൽ ചെയർ, സ്ട്രെച്ചർ ആൻഡ് ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ. അപകട സാധ്യതയുള്ള രോഗികളാണെങ്കിൽ അവരെ വീൽ ചെയറിലേക്ക്, സ്ട്രെച്ചറിലേക്ക് മാറ്റുന്നതിനും രോഗികൾക്കൊപ്പം പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിനും സഹായിക്കണം. ഓക്കെ, അതിപ്പോ അവിടെ ആ ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ വാർഡിലാണെങ്കിൽ വാർഡിലെ നഴ്സുമാരും അറ്റൻഡേഴ്സ് ഒക്കെ ഉണ്ടാകും, അവരുടെ ഡ്യൂട്ടിയാണ് എന്താ, രോഗിയെ വീൽ ചെയറിലേക്ക് മാറ്റുക അല്ലെ. ചിലപ്പോ നടന്നു പോകാൻ പറ്റാത്ത പേഷ്യൻസ് ആയിരിക്കും, അപ്പൊ അവരെ വീൽ ചെയറിലോ സ്ട്രെച്ചറിലോ ആയിരിക്കും കൊണ്ടുപോകുന്നത്. കൂടാതെ അവരുടെ കൂടെ ആരെങ്കിലും പോണം എന്നാണ് പറയുന്നത് കേട്ടോ. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരെ എത്തിക്കേണ്ടത് ഈ ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരാൾക്ക് ഡ്യൂട്ടി ഉണ്ടാവും. ആ ആള് ഈ ഒരു പേഷ്യന്റിനെ നിശ്ചിത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് മാർഗമാണ്, ചിലപ്പോൾ സ്ട്രെച്ചർ ആവാം, അല്ലെങ്കിൽ വീൽ ചെയർ ആകാം എന്ന് പറയുന്നുണ്ട്. ഇനി deliver patient documents, belongings and report orally to the in-charge nurse and sister. അതായത് രോഗിയുടെ രേഖകളും സാധനങ്ങളും കൈമാറുകയും ഇൻചാർജ് നഴ്സിന് വാക്കാൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതായത് ഈ പേഷ്യന്റിനെ മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ രോഗിയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ രോഗിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ, എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. കൂടാതെ രോഗിയുടെ ബിലോങ്ങിങ്സ് ഉണ്ടാവും, ക്യാഷ്, ജ്വല്ലറി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, എവിടെയാണോ ഈ രോഗിയെ കൊണ്ടു ചെല്ലുന്നത് ആ ഒരു യൂണിറ്റിലേക്ക് എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, ഹാൻഡ് ഓവർ ചെയ്യണം. പിന്നെ വാക്കാൽ എന്ത് ചെയ്യണം, അതായത് രേഖാമൂലമല്ല, നമ്മൾ പറയണം. ഇപ്പൊ ചെല്ലുന്ന ആള്, രോഗിയുടെ കൂടെ ചെല്ലുന്ന ആള് പറയണം, ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു പേഴ്സൺ പറയണം. ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും ഒരു പേഴ്സൺ പോവുമല്ലോ, ആരെങ്കിലും ഒരാൾ പോവുമല്ലോ ഈ രോഗിയുടെ കൂടെ. അപ്പൊ ആളെന്ത് ചെയ്യണം, ആള് പറയണം, എന്താണ് ഈ രോഗിയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഇയാളുടെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നെന്ന് വാക്കാല് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ രോഗിയെയും രോഗിയുടെ സാധനങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അത് മാത്രമല്ല ചെയ്യുന്നത്, കൂടാതെ രോഗിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസിലും വാക്കാൽ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി
ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. വാർഡിലെ സാധനങ്ങൾ ശേഖരിക്കാനായിട്ട്. ഇപ്പൊ രോഗിക്ക് ചിലപ്പോൾ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം, വാർഡിൽ ചില സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം രോഗിയുടെ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. അതുകൂടാതെ ഈ രോഗി ഏത് ട്രാൻസ്പോർട്ട് മുഖേനയാണ് ഇവിടുന്ന് പോകുന്നതെന്ന് ചെല്ലുന്ന ഫെസിലിറ്റിയിലെ, അതായത് രോഗിയെ റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലെ സിസ്റ്ററെ അറിയിക്കുക. അതായത് വിളിച്ചായിരിക്കും പറയാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വിളിച്ചായിരിക്കും, ഇങ്ങനെയാണ് ആംബുലൻസിലാണ് ഈ പേഷ്യന്റിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹെലികോപ്റ്ററിലാണ് കൊണ്ടുവരുന്നത്, എയറോപ്ലെയിനിലാണ് കൊണ്ടുവരുന്നതെന്ന് വിളിച്ച് പറയണം. ആ ഹോസ്പിറ്റലിലെ ആ ഒരു റിസീവ്ഡ് നഴ്സിന് എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ. ഇനി maintain the patient's physical welfare during the transport to a new nursing unit. അതുകൂടാതെ പേഷ്യന്റിന്റെ ഫിസിക്കൽ വെൽഫെയർ എന്ത് ചെയ്യണം, നിലനിർത്തുകയും വേണം. ഓക്കെ, പേഷ്യന്റിന്റെ ഫിസിക്കൽ വെൽഫെയർ, അയാളുടെ ഒരു കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൂടാതെ എന്താണ്, ഒരു എന്താ പറയാ, പുതിയൊരു ഇതിലേക്ക് മാറ്റുമ്പോഴെന്താണ്, ആ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. ഓക്കെ. ഇനി പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ഒരു ഓറൽ റിപ്പോർട്ട് കൊടുക്കുക. അതായത് അവിടെ ചെല്ലുന്ന, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മള് രോഗിയെ കൊണ്ടു ചെല്ലുന്ന ആ ഒരു യൂണിറ്റിലെ നഴ്സിന് ഈ രോഗിയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും വാക്കാൽ പറഞ്ഞ് കൊടുക്കുക. കണ്ടീഷൻ ഇങ്ങനെയാണ്, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണ്, അയാൾ കഴിക്കുന്ന മരുന്നുകൾ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യം, ആ രോഗിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലെ നഴ്സിനെ ഇൻഫോം ചെയ്യുക. മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഈസ് കംപ്ലീറ്റഡ്. അതുകൂടാതെ എന്താണ്, അതായത് ഡോക്യുമെന്റേഷൻ ഒക്കെ ക്ലിയർ ആണോ എന്ന് നോക്കുക, ഈ രോഗിയെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഒക്കെ ക്ലിയർ ആണോ എന്ന് നോക്കുക. രോഗി പരിചരണം കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക. അതായത് ആ രോഗിക്ക് എവിടെ നിന്നാണ് ആ രോഗി വന്നത്, അവിടെ നിന്ന് ആ രോഗിക്ക് എല്ലാ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ഒന്ന് പെൻഡിങ് ആണോ, പെൻഡിങ് ആവാനൊന്നും പാടില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള 5 ദിവസത്തെ ആന്റിബയോട്ടിക് ആണെങ്കിൽ 5 ദിവസത്തെ ആന്റിബയോട്ടിക് ആ രോഗിയിൽ കുത്തിവെച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. കെയർ പ്ലാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള കെയർ പ്ലാൻ ആൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമുണ്ട്. ഇനി അസിസ്റ്റ് ദ പേഷ്യന്റ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. അതുപോലെ തന്നെ പുതിയ യൂണിറ്റിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോൾ അയാളെ സഹായിക്കുക. അതായത് പുതിയ യൂണിറ്റിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അയാളെ സഹായിക്കുക. ചിലപ്പോൾ അയാളുടെ കൂടെ പോകുന്നതായിരിക്കാം. എങ്ങനെയായാലും എന്താണ്, രോഗിയെ സഹായിക്കണം. നമ്മൾ പുതിയ യൂണിറ്റിൽ ചെല്ലുന്നത് വരെ നമ്മൾ അസിസ്റ്റ് ചെയ്യണം രോഗിയെ. Transport the patient to a new room and assist in transferring to bed. Transport the patient a new room. അതായത് പുതിയ റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ഫെസിലിറ്റിക്കുള്ളിൽ അയാൾക്ക് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങോട്ടൊന്ന് അയാളെ കിടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇരുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, സഹായിക്കുക. ഇനി എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. പിന്നെ എന്താണ്, കൈമാറണം. പുതിയ യൂണിറ്റിലേക്ക് ചെല്ലുമ്പോൾ എന്താണ്, അയാളുടെ ആഭരണങ്ങൾ കൈമാറുക, അയാളുടെ പേഴ്സ് കൈമാറുക, പിന്നെ അയാളുടെ മെഡിക്കൽ റെക്കോർഡ്സും റിപ്പോർട്ട്സുകളും, എക്സ്റേ, ലാബ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ യൂണിറ്റിലെ സിസ്റ്റർക്ക് കൈമാറണം. ഇനി ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ അഡ്മിറ്റ് ആകുന്നത് ആ ഒരു പ്രൊസീജിയർ തന്നെയായിരിക്കും നമ്മൾ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പോയാലുമുള്ള പ്രൊസീജിയർ. ഓക്കെ, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്താണ്, നമുക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പല പ്രൊസീജിയേഴ്സും ഉണ്ടല്ലോ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെയായിരിക്കും, ആ സെയിം പ്രൊസീജിയർ ആയിരിക്കും നമ്മൾ ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പോയാലുമുള്ള പ്രൊസീജിയേഴ്സ് കേട്ടോ. ഇനി ക്ലീൻ ദ യൂണിറ്റ് വെയർ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ആൻഡ് കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ്. അതുപോലെ തന്നെ എന്താണ്, ഈ പേഷ്യന്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതെപ്പോഴും ക്ലീൻ ആക്കി ഇരിക്കുക. അങ്ങനെ ക്ലീൻ ആക്കി കീപ്പ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് പേഷ്യന്റ് വരുമ്പോഴെന്താണ് ഇതുപോലെ തന്നെ, അതായത് ഈ പേഷ്യന്റ് ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മൾ കൊണ്ടുവന്നു, ഒരു ഫെസിലിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചാൽ ആ പേഷ്യന്റ് അവിടെ നമ്മൾ കുറച്ചാൾ കിടത്തുമല്ലോ. ഇനി ആ പേഷ്യന്റ് അവിടെ നിന്ന് പോകുമല്ലോ, ബെറ്റർ ആയതിനു ശേഷം അവിടെ നിന്ന് പോകുമല്ലോ. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ ആ ഒരു സ്പേസ്, ആ പേഷ്യന്റ് കിടന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ആക്കി വെച്ചിരിക്കണം. കാരണം അടുത്ത പേഷ്യന്റ് ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ വാങ്ങി
വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്, ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റിയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. ഇനി പറ, ഞാൻ തന്ന നോട്ട്സ് ആണോ ഈസി അല്ലെങ്കിൽ ഇതാണോ ഈസി? ഏതാ ഈസി? തന്ന നോട്ട്സ്. തന്ന നോട്ട്സ് ആണല്ലേ. ഓക്കെ, തന്ന നോട്ട്സ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രമാണ് തന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബേസിന് വേണ്ടി മാത്രം തന്നതാണ്. സ്ലൈഡാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അധികം കുഴപ്പമില്ലല്ലോ. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ സ്ലൈഡില്? ഇല്ല, മനസ്സിലായല്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഒരാള് പറഞ്ഞു ഒന്ന് എല്ലാ പോയിന്റും ഒന്ന് ഒരാള് പറഞ്ഞേ. ജാസ്മിൻ പറയോ? ഇപ്പൊ എല്ലാ പോയിന്റും അല്ല, പറഞ്ഞു നിർത്തിയത് നമുക്ക് തുടങ്ങാം. എവിടെയാ പറഞ്ഞു നിർത്തിയേ? Call of the hospital diet. ഇനി നെക്സ്റ്റ് വൺ തുടങ്ങി ഒന്ന് ബാക്കിയുള്ള പോയിന്റ്സ് ഒന്ന് ജാസ്മിൻ പറഞ്ഞേ, മനസ്സിലായ കാര്യങ്ങള്. Aid the relatives to gather other belongings. റിലേറ്റീവ്സിന്റെ അതർ ബിലോങ്ങിങ്സ് ഗ്യാദർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. പേഷ്യന്റ് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള ഡ്യൂ ഉള്ള ബിൽസ് എല്ലാം പേ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അവിടുത്തെ വാർഡ് സിസ്റ്റർ. റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ആ ഒരു ടൈമും ട്രാൻസ്ഫർ കണ്ടീഷൻസും എല്ലാം റെക്കോർഡ് ചെയ്യുക. പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നതും എല്ലാം റെക്കോർഡ് ചെയ്യുക. അസിസ്റ്റന്റ് ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യൻസ് ടു വീൽ ചെയർ, സ്ട്രെച്ചർ ആൻഡ് ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ. ഒരു പേഷ്യൻസിന് ഒരു ഡിഫിക്കൽട്ടി സീരിയസ് ഇഷ്യൂ ഉള്ള പേഷ്യൻസിനെല്ലാം വീൽ ചെയറിലോ സ്ട്രെച്ചറിലോ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, ബിലോങ്ങിങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ. പേഷ്യന്റിനുള്ള ബിലോങ്ങിങ്സ് റിപ്പോർട്ടും പേഷ്യന്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടുത്തെ ഇൻചാർജായ നഴ്സിനോ സിസ്റ്ററിനോ ഹാൻഡ് ഓവർ ചെയ്യുക. നെക്സ്റ്റ്, ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. വാർഡിലുള്ള ആ സാധനങ്ങളും എല്ലാം എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. ഏത് മുഖേനയുള്ള ട്രാൻസ്പോർട്ട് ആണെന്നുള്ള അവിടുത്തെ നഴ്സിനെ ഇൻഫോം ചെയ്യുക. മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. Provide oral report about patient's condition to the receiving unit nurse. പേഷ്യന്റിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട്, ഓറൽ റിപ്പോർട്ട് അവിടുത്തെ നഴ്സിനെ അറിയിക്കുക. Make it sure that all documentation including care plan is completed. പേഷ്യന്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന കെയർ പ്ലാനും കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. പേഷ്യന്റിനെ ന്യൂ യൂണിറ്റിലോട്ട് അസിസ്റ്റ് ചെയ്യുക. ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. പേഷ്യന്റിനെ ന്യൂ റൂമിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. പേഷ്യന്റിനെ പറ്റിയുള്ള എല്ലാ ബിലോങ്ങിങ്സും മെഡിക്കൽ റിപ്പോർട്ട്സും എല്ലാം അവിടുത്തെ നഴ്സിനോ ഹാൻഡ് ഓവർ ചെയ്യുക. In the new unit, procedure is similar to that of admission procedure. Clean the unit where patient is admitted and keep ready for the next patient after transferring. ഒരു പേഷ്യന്റ് മാറുന്നുണ്ടെങ്കിൽ അവരെ ആ റൂമും മറ്റു കാര്യങ്ങളെല്ലാം അടുത്ത പേഷ്യന്റിന് വേണ്ടിയുള്ള റെഡിയാക്കി വെക്കുക. ഓക്കെ, വെരി ഗുഡ് ജാസ്മിൻ, വെരി ഗുഡ് കേട്ടോ. വേറെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ ഇതിനകത്ത്? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തോട്ടെ എന്നാ. ഓക്കെ, ഇനി എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. അതായത് ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്യുപ്മെന്റ് ആണ് കരുതേണ്ടത്, എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ കേട്ടോ, അതാണ് പറയുന്നത്.
ഫസ്റ്റ് വൺ ഈസ് വീൽ ചെയർ സ്ട്രക്ചർ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെ. രോഗിയെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്. ഐഡന്റിഫിക്കേഷൻ ലേബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ പേഷ്യനെ ഞാൻ പറഞ്ഞ നേരത്തെ ബാൻഡ് ഒക്കെ ഉണ്ടല്ലേ, കയ്യിൽ നമ്മൾ ഇടുന്ന ബാൻഡ് ഒക്കെ ഇല്ലേ പേഷ്യനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതെന്ത് ചെയ്യണം? നിർബന്ധമാണ്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ബാൻഡ് ആവാം, അല്ലെങ്കിൽ പ്രത്യേക ICUയിലോ അല്ലെങ്കിൽ എന്താണ് വാർഡിലോ ഇന്ന വാർഡുകളിലോ ഉള്ള ബാൻഡുകളായിരിക്കാം. അത് നമ്മൾ എന്തായാലും റിസീവിംഗ് ഫെസിലിറ്റിയിൽ എത്തുന്നത് വരെ എന്തായാലും എന്ത് ചെയ്യണം? പേഷ്യന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി പേഷ്യൻസ് ബിലോങ്ങിങ്സ്, പേഷ്യന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ബിലോങ്ങിങ്സും, ജ്വല്ലറി, പേഴ്സ്, ക്യാഷ്, അങ്ങനെ ലാബ് ടെസ്റ്റ്, മെഡിസിൻസ്, എന്തും ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? പേഷ്യന്റ് പോകുമ്പോഴെന്തായാലും കൊണ്ടുപോയിരിക്കണം, അത്യാവശ്യമാണ്. ഇനി എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യന്റ് റിപ്പോർട്ട് ആൻഡ് ഫയൽ പറയുന്നുണ്ട് കേട്ടോ. എക്സ്റേസ് ഉണ്ട്, പിന്നെ എന്താണ് ലാബ് ടെസ്റ്റുകൾ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, പേഷ്യന്റ് റെക്കോർഡ്, ഫയലൊക്കെ നമ്മൾ പേഷ്യന്റ് പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വേർഡ്, പിന്നെ ആവശ്യമെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ്, ഇപ്പൊ ECG ഒക്കെ എടുക്കുന്ന ആ സംഭവമില്ല, നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ കാണാനൊക്കെ സാധിക്കുന്ന, അതൊക്കെ എന്താണ് രോഗിക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം അതൊക്കെ കൂടെ കൊണ്ടുപോകണം. വേണ്ടെങ്കിൽ വേണ്ട. അതായത് ഇപ്പൊ അങ്ങനെയുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റ് പോകുമ്പോൾ പേഷ്യന്റ് കൂടെ തന്നെ ഈ ഉള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ട് പോയിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് എന്തുള്ളത്? എക്യുപ്മെന്റ്സ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ വരുന്നത് കേട്ടോ. വീൽ ചെയർ സ്ട്രക്ചർ, ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്, പേഷ്യൻസ് ബിലോങ്ങിങ്സ്, എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യന്റ് റെക്കോർഡ് ആൻഡ് ഫയൽ, കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വേർഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. അതായത് നമ്മൾ ഈ രോഗിയെ കുറച്ചും കൂടി വിപുലീകൃതമായിട്ടുള്ള എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലേക്കാണ് മാറ്റുന്നതെങ്കിൽ, അതായത് വലിയ വലിയ ഹോസ്പിറ്റൽ, അതായത് മറ്റു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലേക്കാണ് നമ്മൾ രോഗിയെ കൊണ്ടുപോകുന്നതെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ നടത്തേണ്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, make sure that the patient's physician has written the transfer order on his chart and has completed the special transfer from this from the letter form എന്നാണ് കേട്ടോ ഇവിടെ from എന്നാ കൊടുത്തേക്കണേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. This form should consist of the patient's diagnostic care summary, drug regimen and special care instructions such as diet and physiotherapy. അതായത് രോഗിയുടെ ഫിസീഷ്യൻ തന്റെ ചാർട്ടിൽ ട്രാൻസ്ഫർ എഴുതിയിട്ടുണ്ടെന്നും അതിൽ നിന്നുള്ള പ്രത്യേക കൈമാറ്റം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. അതായത് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒരു ഓർഡർ ആണ് വേണ്ടത് അല്ലെ. അതിപ്പോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആയാലും ഹോസ്പിറ്റലിന് പുറത്തോട്ടുള്ള ട്രാൻസ്ഫർ ആയാലും ഇത് രണ്ടിനും കോമൺ ആയിട്ട് ആദ്യമായിട്ട് വേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് അതൊരു ഫിസീഷ്യന്റെ ഓർഡർ ആണ്, ഒരു ഡോക്ടറിന്റെ ഓർഡർ ആണ്. രോഗിയുടെ അല്ലെങ്കിൽ ഫിസീഷ്യൻ തന്റെ ചാർട്ടിൽ ട്രാൻസ്ഫർ എഴുതിയിട്ടുണ്ടെന്നും അതിൽ നിന്നുള്ള പ്രത്യേക കൈമാറ്റം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അതായത് ഈ രോഗിയെ മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് മാറ്റാനായിട്ട് ഡോക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ആദ്യം വേണ്ടത്. പിന്നീട് എന്ത് ചെയ്യണം? ഇങ്ങനെ അതായത് ഇങ്ങനെ ട്രാൻസ്ഫർ ഫോം ഉണ്ട്. അതായത് രോഗിയെ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റുമ്പോൾ ട്രാൻസ്ഫർ ഫോമുകൾ ഉണ്ട്. ആ ട്രാൻസ്ഫർ ഫോമില് രോഗിയുടെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, അതായത് രോഗിയുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മറി, കൂടാതെ എന്തൊക്കെ മരുന്നുകളാണ് രോഗി കഴിക്കുന്നത് അത്, കൂടാതെ രോഗിയുടെ ഭക്ഷണക്രമം, പിന്നെ ഫിസിയോതെറാപ്പി പോലുള്ള പ്രത്യേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു ട്രാൻസ്ഫർ ഫോമില് എന്തായാലും എഴുതിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിപുലീകൃതമായിട്ടുള്ള എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ ആദ്യം തന്നെ എന്ത് വേണം? രോഗിയുടെ ഡോക്ടറിന്റെ ഓർഡർ വേണം. ആ ഓർഡറിൽ എന്താണ്? ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ രോഗിയുടെ രോഗനിർണയം, ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, രോഗിയുടെ മെഡിസിൻസ് എന്തൊക്കെയാണ്, പിന്നെ രോഗിയുടെ ഡയറ്റ് എന്തൊക്കെയാണ്, ഫിസിയോതെറാപ്പി എന്തൊക്കെയാണ്, ഇതൊക്കെ എന്തില് വേണം? ഈ ഒരു ഫോമില് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
complete the nursing summary that includes the patient's assessment, progress, needed nursing treatments, and special needs to make sure the continuity of care. അതായത് നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ആക്കണം. അതായത് നഴ്സുമാർക്ക് എന്തുണ്ടാവും, ഒരു ഈ പേഷ്യന്റിനെ കുറിച്ചിട്ട് ചാർട്ടും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, അവരിതൊരു സമ്മറി പോലെയാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നതാണ് നഴ്സിംഗ് സമ്മറി കേട്ടോ. അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അയാളുടെ അസസ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ പ്രോഗ്രസ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നഴ്സിംഗ് സമ്മറിയിൽ വരിക. അപ്പൊ നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ആക്കണം. ഈ നഴ്സിംഗ് സമ്മറിയിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതാണ്. പേഷ്യന്റ് അസസ്മെന്റ്, അതായത് പേഷ്യന്റിന്റെ വിലയിരുത്തല്, പേഷ്യന്റിനെ പ്രഷർ നോക്കുക, ഷുഗർ ടെസ്റ്റ്, ഇതൊക്കെ എന്താണ് പേഷ്യന്റ് അസസ്മെന്റിൽ വരുന്നതാണ്. പിന്നെ പുരോഗതി, അതായത് ഓരോ ദിവസവും രോഗിക്ക് ഉണ്ടായിട്ടുള്ള പുരോഗതി എന്താണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ നഴ്സിംഗ് പരിചരണം പ്രത്യേക, അതായത് നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്സ്, എന്തൊക്കെ പരിചരണങ്ങളാണ് ഒരു നഴ്സ് എന്ന രീതിയിൽ അവിടെ അയാൾക്ക് കൊടുത്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ഈ നഴ്സിംഗ് സമ്മറി എന്തിനാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നഴ്സിംഗ് സമ്മറി എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിന് നിർബന്ധമായിട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യകത എന്താണ്? അതായത് ഇയാൾ ചെല്ലുന്ന ഫെസിലിറ്റിയിൽ അയാൾക്ക് കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടർച്ച ഉണ്ടാവോ അയാളുടെ ചികിത്സയ്ക്ക്? ഉണ്ടാവോ? പറഞ്ഞേ നിങ്ങള്, ഉണ്ടാവോ? എവിടെ തുടങ്ങി, എങ്ങനെയാണ് ഇയാളുടെ ട്രീറ്റ്മെന്റ് അവസാനിച്ചതെന്ന് യാതൊരു എത്തുംപിടിയും കിട്ടില്ലല്ലോ ഇതൊക്കെ ഇല്ലെങ്കിൽ. കാരണം എന്താണ് ഇയാൾക്ക് മരുന്ന് കൊടുത്തത്, ഇയാൾക്ക് ടെസ്റ്റുകൾ എന്തൊക്കെ ചെയ്തു എന്നൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല അവിടെ പുതിയൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു നഴ്സിംഗ് സമ്മറി ഒക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു രോഗിയെ കുറിച്ചിട്ട് ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും നഴ്സിനും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് കേട്ടോ നഴ്സിംഗ് സമ്മറിയിലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. നഴ്സിംഗ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എഴുതുന്നുണ്ടോ? ഒന്ന് എഴുതി വെച്ചോളൂ. നഴ്സിംഗ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിലൊന്നാണ് പേഷ്യന്റ് അസസ്മെന്റ് കേട്ടോ. ഒന്ന് പേഷ്യന്റ് അസസ്മെന്റ്. രണ്ട് പേഷ്യന്റ് പ്രോഗ്രസ്. രണ്ട് പേഷ്യന്റ് പ്രോഗ്രസ്. മൂന്നാമത്തേത് നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്സ്. നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മള് രോഗിയെ മാറ്റുമ്പോൾ സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ് എന്ത് ചെയ്യണം നമ്മള്? എന്തായാലും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അപ്പൊ നമ്മൾക്ക് ബില്ലടിച്ചിട്ട് മാത്രമേ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് പോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ മൂന്നാമത്തെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബില്ലടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നാലാമത്തത് retain one copy of the transfer from and the nursing summary with the patient's chart and pass on the other copy to the receiving facility. അതായത് കൈമാറ്റത്തിന്റെ ഒരു പകർപ്പ്, അതായത് ഈ ട്രാൻസ്ഫർ ഫോമിന്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ നഴ്സിംഗ് സമ്മറിയുടെ ഒരു കോപ്പി രോഗിയുടെ ചാർട്ടിനൊപ്പം സൂക്ഷിക്കണം. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ ആ ഫയലും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ആ ഫയലില് ഈ ഒരു നഴ്സിംഗ് സമ്മറിയുടെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഫോമിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നഴ്സിംഗ് സമ്മറിയുടെ ഒരു കോപ്പിയും ട്രാൻസ്ഫർ ഫോമിന്റെ ഒരു കോപ്പിയും രോഗി പോകുന്ന ഹോസ്പിറ്റലിലെ രോഗിയുടെ ചാർട്ടിൽ സൂക്ഷിക്കുകയും വേറൊരു കോപ്പി എന്ത് ചെയ്യണം? ഇയാൾ പോകുന്ന എവിടെയാണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത് ആ സ്ഥാപനത്തിൽ കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പൊ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ട് കോപ്പി എടുത്ത് വെച്ചിരിക്കണം. രണ്ട് കോപ്പി എന്തായാലും വേണം. അതിനകത്ത് ഒരു കോപ്പി
ഇവിടെ നിന്നാണ് ഇയാൾ പോകുന്നത് ആ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാനും, രണ്ടാമത്തെ കോപ്പി എന്തിനു വേണ്ടിയിട്ടാ, ഇയാൾ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാനാണ്, കൊടുക്കാനും വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞത് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. ആര് പറയും? 4 പോയിന്റ്സ്? വേം പറ, സമയം പോകുന്നു, വേം പറ. ആരെങ്കിലും ഒരാൾ പറ. ആരും പറയുന്നില്ലേ? ഒരാൾ പറ. നേരത്തെ ജാസ്മിൻ പറഞ്ഞില്ലേ, ഇനി വേറൊരാൾ പറ. ഷാരോൺ പറയാമോ? ജിനു ആര് പറയും? ആരാ പറ? ജിനു പറ. Make sure that the patient physician has written the transfer order on the chart and has completed special transfer form. This form should be consist of the patient diagnosis, care summary, drug regimen, and the special care instruction such as diet and physiotherapy. And പേഷ്യന്റ് ഫിസിഷ്യന്റെ റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണം. പിന്നെ പേഷ്യന്റിന്റെ രോഗത്തിന്റെ ഡീറ്റെയിൽസും മരുന്നിന്റെ ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് വേണം. പിന്നെ ഡയറ്റിന് ഫിസിയോതെറാപ്പിയുടെ എല്ലാം വേണം. Complete the nursing summary that include patient assessment program, needed progress, needed nursing treatment, special needed to make sure that continuity of care. രോഗിയുടെ തുടർച്ചയായിട്ടുള്ള കെയറിന് വേണ്ടിയിട്ട് നഴ്സിംഗിന്റെ അസസ്മെന്റ് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, ഹോസ്പിറ്റലിന്റെ ബിൽസ് ഒക്കെ സെറ്റിൽ ചെയ്തിരിക്കണം. റിട്ടേണിംഗ് 1 copy of the transfer form and the nursing summary with the patient chart and pass on the order copy to the receiving facility. കൈമാറ്റത്തിന്റെ ഒരു കോപ്പി പേഷ്യന്റ് ചാർട്ടിന്റെ കൂടെ വെക്കണം. പിന്നെ നമുക്ക് പോകുന്ന ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകണം. ഓക്കെ. നെക്സ്റ്റ്, കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. അതായത് ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്രധാന ഫാക്ടേഴ്സ്, അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യൻസിനാണ്. അതിപ്പോ നമ്മൾ ഒരു ഫെസിലിറ്റി, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞു. അതുകൂടാതെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഫസ്റ്റ് വണ്ണ് എന്ന് കൊടുത്തേക്കണ പോയിന്റ്, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് കൈമാറ്റം ചെയ്യാനും ആശയവിനിമയം നടത്താനുമുള്ള തീരുമാനം. അതായത് ഈ രോഗിയെ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, അയാളെ കൈമാറ്റം ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ അയാളെ കൈമാറ്റം ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എന്താണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ഇനി അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്, അതിന്റെ എക്സ്പ്ലെയിനിങ് ആയിട്ട് വരുന്നതാണ് താഴെയുള്ള പോയിന്റ് കേട്ടോ. എങ്ങനെയാണ് ആശയവിനിമയം, എങ്ങനെയാണ് കൈമാറ്റം ഈ ഗുരുതരമായിട്ടുള്ള രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ്. vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. അതായത് ഈ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, അത് രോഗിയെയും അതുകൂടാതെ ആ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരെയും പിന്നെ ആ രോഗിയുടെ ബന്ധുക്കളെയും എന്താണ് കൂടുതൽ എന്താ പറയാ അപകട സാധ്യതകളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, അപകടം പിടിച്ച ഒരു പേഷ്യന്റിനെയല്ലേ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും ആ രോഗിയുടെ റിലേറ്റീവ്സിനെ സംബന്ധിച്ചും അതുകൂടാതെ ആ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചും റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കൂടുതലാണ് ഈ പേഷ്യന്റിനെ മാറ്റുമ്പോൾ. കൂടാതെ സാമ്പത്തികപരമായിട്ട്, അതായത് ഫിനാൻഷ്യൽ ആയിട്ട്
കൂടുതൽ എക്സ്പെൻസിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ മാറ്റുമ്പോൾ നമുക്ക് ബാധ്യത വരുത്തി വെക്കും. നമുക്കറിയാം അല്ലെ, നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന്. അല്ല, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താ പറയാ കുറച്ച് റിസ്ക് കൂടുതലാണ്. കാരണം ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ മാറ്റുമ്പോൾ ചിലപ്പോൾ ഡെത്ത് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്നത്. അതുകൂടാതെ പേഷ്യന്റ് റിലേറ്റീവ്സിന് എന്താണ്, അവർക്ക് മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം അവർക്ക് ഭയങ്കര ഭയമായിരിക്കുള്ളൂ, എന്ത് സംഭവിക്കും എന്നോർത്തുള്ള ഭയമായിരിക്കും. പിന്നെ ജീവനക്കാരെ സംബന്ധിച്ചും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടാണ് ഈ രോഗിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഫാക്ടർ എന്താണ് ഇതിനകത്ത് കൂടുതലാണ്. എങ്ങനെ, ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ മാറ്റുമ്പോൾ. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ എയർ ട്രാൻസ്പോർട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഈ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന രീതി എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൂടുതൽ അധികമായിട്ട് ചെലവ് വരും അല്ലെ. അത് പേഷ്യന്റിന്റെ ചില സമയത്ത് ഹോസ്പിറ്റൽ തന്നെ എടുക്കും, അല്ലെങ്കിൽ പേഷ്യന്റ് ഫാമിലി എടുക്കും അതിനുള്ള ചെലവുകൾ. എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഒക്കെ വഴി കൊണ്ടുപോകാന്ന് പറയുന്നത് ഭീമമായിട്ട് തുക നമ്മൾ കെട്ടിവെക്കണ്ടേ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ ആശുപത്രിക്കും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും റിസ്ക് ഫാക്ടർ കൂടുതലാണ്, കൂടാതെ ചെലവും കൂടുതലാണെന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ പോയിന്റ് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പോയിന്റ്, ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഈസ് ഡിസൈഡഡ് ബൈ എ സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ ബൈ വേ ഓഫ് ഡിസ്കഷൻ വിത്ത് ദ പേഷ്യൻസ് റിലേറ്റീവ്സ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഇൻവോൾവ്ഡ്. അതായത് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ മാറ്റാനുള്ള തീരുമാനം എടുക്കുന്നത് ആ ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ്. നമുക്കറിയാം, നമ്മളിപ്പോ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇനി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ നമ്മൾ മാറ്റുമ്പോൾ ആ ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ എന്താണ്, പേഷ്യന്റ് ഫാമിലിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു എന്താ പറയാ ചർച്ച നടത്തിയിട്ട് ശേഷമാണ് ഇത് തീരുമാനിക്കുന്നത്, ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം അറിയിക്കുന്നത് അല്ലെ. അപ്പോ രോഗിയുടെ ഫാമിലിയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യും, രോഗിയുടെ ബന്ധുക്കളുമായിട്ട് ഈ സീനിയർ ഡോക്ടർ ചർച്ച ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അതായത് ഈ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചും ഇനി രോഗി മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റിനെ കുറിച്ചും ഈ ഡോക്ടർ ചർച്ച ചെയ്യും. നിങ്ങൾ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ ഡോക്ടർമാര് പറയുന്നത്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? അതായത് അവരാദ്യം എന്ത് പറയും, റിസ്ക് പറയും അല്ലെ. ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കൊണ്ടുപോകുന്ന വഴി എന്ത് സംഭവിക്കാം അങ്ങനെ പറയും. പക്ഷെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളുടെ ജീവൻ രക്ഷപ്പെട്ടു. അങ്ങനെ രണ്ട് ഇതിലായിട്ടായിരിക്കും അവർ പറയുക അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയും, റിസ്ക് ഫാക്ടറും പറയും, അതുപോലെ തന്നെ ബെനിഫിറ്റുകളെയും കുറിച്ച് പറയും. ഇനി അടുത്ത പോയിന്റ്, റിട്ടേൺ ആൻഡ് informed consent of patient's relatives along with the reason to transfer is compulsory before the transfer. അതായത് രോഗിയെ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് രോഗിയുടെ ബന്ധുക്കളുടെ രേഖാമൂലമുള്ളതും വിവരമുള്ളതുമായ സമ്മതവും കൈമാറ്റത്തിനുള്ള കാരണവും നിർബന്ധമാണ്. അതായത് ഈ രോഗിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, രോഗിയുടെ റിലേറ്റീവ്സിന്റെ പക്കൽ നിന്ന് നമുക്ക് രേഖാമൂലമുള്ള കൺസെന്റ് വേണം. അതായത് ഈ രോഗിയെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് കൊണ്ടുപോകുന്നത്, ഡോക്ടറുമായിട്ട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തത്, രോഗിക്ക് പോണ വഴി എന്ത് സംഭവിച്ചാലും അത് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമല്ല. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, a direct communication between the shifting and the receiving facility should be by sharing of complete information on the patient's clinical condition, treatment being given, reasons for transfer, method of transfer and timeline of transfer in a written document. അതായത് രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ, രോഗിക്ക് നൽകിയ ചികിത്സ, പിന്നെ രോഗിയെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, കൈമാറ്റ രീതി എന്തൊക്കെയാണ്, സമയക്രമം എന്നിവയെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ എന്ത് ചെയ്യണം, രേഖാമൂലം എന്ത് ചെയ്യണം രോഗിക്ക്, അതായത് രോഗിയെ
രോഗിയെ റിസീവ് ചെയ്യുന്ന ആ സ്ഥലത്ത് എന്ത് ചെയ്യണം, എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. അതായത് രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷനെ കുറിച്ചുള്ള അവസ്ഥ, അതായത് രോഗിക്ക് നൽകിയ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, പിന്നെ രോഗി എന്തുകൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, കൈമാറ്റ രീതി എന്താണ്, പിന്നെ രോഗിയെ ഷിഫ്റ്റ് ചെയ്ത സമയം എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ രോഗിയെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലും രോഗിയെ റിസീവ് ചെയ്യുന്ന ഹോസ്പിറ്റലും തമ്മിൽ എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മള് അതായത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് കേട്ടോ. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ അയാളുടെ ട്രാൻസ്ഫറിന് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മളിപ്പോ ഈ ഒരു ഇതില് ചർച്ച ചെയ്തത് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായതെന്ന് പറഞ്ഞേ. മനസ്സിലാവാത്ത ഉണ്ടോ എന്തെങ്കിലും പോയിന്റ് ഇതിനകത്ത്? ഒന്ന് പറഞ്ഞേ, വേറൊരാള് പറഞ്ഞേ. ആരാ? ഷാരോൺ പറഞ്ഞേ. ജിനു നേരത്തെ പറഞ്ഞു, ജാസ്മിൻ പറഞ്ഞു. ഷാരോൺ പറഞ്ഞേ, ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞേ. The decision to shift the patient is important. Vulnerability of the exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗിയുടെ റിലേറ്റീവിനെ സംബന്ധിച്ചും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും അത് റിസ്ക് ആയിരിക്കും. ചിലപ്പോൾ വലിയ ചിലവും കൂടുതൽ വേണ്ടി വരും. ചെലവ് കൂടുതലായിട്ട് പറയുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റോ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇഷ്ടം വായിച്ച് പറയണം എന്നില്ല, മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അത് ക്രിട്ടിക്കലായ പേഷ്യന്റ് മാറ്റുമ്പോൾ സീനിയറായ ഡോക്ടറുമായി ചർച്ച ചെയ്യും. അതിന്റെ റിസ്ക്കും ഫാക്ടറും ഒക്കെ കുറിച്ച് ഡോക്ടറിന്റെ ഇതിലാണ് ചർച്ച നടക്കുന്നത്. അപ്പൊ ഡോക്ടർ റിസ്ക് ഫാക്ടറും അതുകൂടാതെ അവിടെ എത്തിച്ചേർന്നാലുള്ള ഗുണങ്ങളെയും പറ്റി എന്ത് പറയും, ഫാമിലിയുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റ്, രോഗിയെ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് രേഖാമൂലമുള്ള ഒരു കൺസെർട്ട് വേണം. കൺസെന്റ് വേണം. അതായത് രോഗിയുടെ ബന്ധുക്കള്, അതായത് രോഗി പോകുന്ന സമയത്ത് എന്താണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഹോസ്പിറ്റൽ ഉത്തരവാദിത്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രോഗിയുടെ വൈദ്യസിന്റെ പക്കൽ നിന്നൊക്കെ എന്തൊക്കെയാണ് കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്. രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ, ചികിത്സ കൈമാറ്റം ചെയ്യാൻ കാരണം, ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം എല്ലാം ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത്രയും ഇന്നെടുത്തതില് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ നിങ്ങക്ക്? എന്തെങ്കിലും ഇല്ല, എല്ലാം മനസ്സിലായല്ലേ? ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ഇല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് വീക്ക് വരുമ്പോ ഇതൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഇത്ര എടുത്തത് വായിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഓക്കെ.